നമുക്ക് പീസോ ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് നോക്കാം. പീസോ പാരലൽ ഇൻ സീരിയൽ ഔട്ട് ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ്. പാരലലി ഇൻപുട്ട് ചെയ്യുന്നു, സീരിയലി ഔട്ട്പുട്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത് പാരലലായിട്ടും ഔട്ട്പുട്ട് നമുക്ക് അവൈലബിൾ ആക്കി തരുന്നത് സീരിയലായിട്ടുമാണ്. നമ്മളിതിൻ്റെ വേറൊരു ഓപ്പോസിറ്റ് നമ്മൾ പഠിച്ചായിരുന്നു, സീപ്പോയുടെ ഓപ്പോസിറ്റാണ് പീസോ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. സീരിയൽ ഇൻ പാരലൽ ഔട്ടിൻ്റെ ഓപ്പോസിറ്റാണ് പാരലൽ ഇൻ സീരിയൽ ഔട്ട്. ഇപ്പോൾ പാരലലി നമ്മൾ ഇൻപുട്ട് ചെയ്യുമ്പോൾ നമ്മളവിടെ നമുക്ക് ഒരു ക്ലോക്കിൻ്റെ ആവശ്യമില്ല അല്ലേ. അറ്റ് ദ സെയിം ടൈം സൈമിൾട്ടേനിയസ് ആയിട്ടാണ് ഇൻപുട്ട് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ മറ്റ് സീരിയലി കൊടുക്കുമ്പോഴാണ് 1 by 1 ഓരോ ക്ലോക്ക് കഴിഞ്ഞിട്ടും ഓരോ ബിറ്റ് റിസീവ് ചെയ്യാനും ഓരോ ക്ലോക്ക് പൾസ് കൊടുക്കുന്നത്. ഇവിടെ പാരലലായിട്ടാണ് ഇൻപുട്ട് എടുക്കുന്നത്. സോ ദിസ് ഈസ് പാരലലായിട്ട് ഇൻപുട്ട് എടുക്കുവാണ്. അപ്പോൾ ഒരു ക്ലോക്ക് ഇൻപുട്ടിൽ ആവശ്യമില്ല. അതേസമയം ഔട്ട്പുട്ട് എന്ന് പറയുന്നത് റിസീവ് ചെയ്യുന്നത് സീരിയലി ആയിട്ടാണ്. നമുക്ക് സീരിയലായിട്ട് ഷിഫ്റ്റ് ചെയ്യേണ്ട ആവശ്യം വരും. ഷിഫ്റ്റ് ചെയ്തൊക്കെ ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യേണ്ടി വരും. ആ ഒരു കേസ് ഉള്ളത് കൊണ്ട് ക്ലോക്ക് ഈസ് റിക്വയർഡ്. ഔട്ട്പുട്ടിൽ നമുക്ക് ക്ലോക്ക് ആവശ്യമുണ്ട് ടു ഔട്ട്പുട്ട് ദ ഡേറ്റ. ഓക്കെ, നോ ക്ലോക്ക് ഈസ് റിക്വയർഡ് ടു ഇൻപുട്ട് ദ ഡേറ്റ. എന്താണെന്ന് വെച്ചാൽ അവൈലബിൾ പാരലലായിട്ടാണ് നമുക്ക് ഇൻപുട്ട്സ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ഓക്കെ, പക്ഷേ ഔട്ട്പുട്ടിൽ നമുക്ക് എന്ത് വേണം? ക്ലോക്ക് ആവശ്യമായിട്ടുണ്ട്. നമുക്കിവിടെ പാരലൽ ഇൻപുട്ട്സിനെ നമുക്കിവിടെ ഡിനോട്ട് ചെയ്യാം. പി എന്ന് പി ബി, പി സി ആൻഡ് പി ഡി ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. അതിന് പുറമെ നമുക്ക് ഇതിന് മുന്നേ ഉള്ള രജിസ്റ്റേഴ്സിന് കണ്ടതിന് ഇല്ലാത്തൊരു സംഭവം ഇവിടെ ഉണ്ട്. ലോഡ് ബാർ, ഷിഫ്റ്റ് ബാർ എന്ന് പറയുന്ന ഒരു ലൈനും കൂടെ അവിടെ ഇൻപുട്ടായിട്ട് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഈ ലോഡ് ബാർ ഷിഫ്റ്റിൻ്റെ കോംപ്ലിമെൻറ്റ് ഈ ലൈനിലൊരു 0 ആണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യമായിരിക്കും ഓപ്പറേറ്റ് ചെയ്യുന്നത്, ഷിഫ്റ്റ് എന്ന് പറയുന്നത്. ഈ ലൈനിലൊരു 1 ആണെന്നുണ്ടെങ്കിൽ ലോഡ് എന്ന് പറയുന്ന കാര്യമായിരിക്കും ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതായത് നമുക്കറിയാം ഷിഫ്റ്റ് രജിസ്റ്റേഴ്സിന് സ്റ്റോറിങ് ക്യാപ്പബിലിറ്റി ഉണ്ട്, ഷിഫ്റ്റിംഗ് ക്യാപ്പബിലിറ്റി ഉണ്ട്. അപ്പോൾ പാരലൽ ഇൻ സീരിയൽ ഔട്ട് എന്ന് പറയുന്ന ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് അവിടെ സ്റ്റോർ ചെയ്ത് വെക്കാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന പിന്നിനകത്ത് പോകുന്ന ഇൻപുട്ട് എന്ന് പറയുന്ന 1 ആക്കി കൊടുക്കണം. ദാറ്റ് ഈസ് ലോഡിംഗ് ആണ് അവിടെ പെർഫോം ചെയ്യുന്നതെന്ന് അപ്പോൾ ആ ഷിഫ്റ്റ് രജിസ്റ്ററിന് മനസ്സിലാവും. അതേസമയം എനിക്ക് അവിടെ ഒരു ഷിഫ്റ്റിംഗ് ഓപ്പറേഷനാണ് ചെയ്യേണ്ടത്. അതായത് സീരിയലി എനിക്ക് 1 by 1 അങ്ങോട്ടേക്ക് ഫ്ലിപ്പ് ഫ്ലോപ്പിൽ നിന്ന് മാറി അങ്ങോട്ടേക്ക് പോകണം എന്നുണ്ടെങ്കിൽ എനിക്ക് ഈ പറയുന്ന ഷിഫ്റ്റ് ബാർ എന്ന് പറയുന്ന ഇതിനെ ഇനേബിൾ ചെയ്യണം, ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത പിന്നിന്. ഓക്കെ, അപ്പോൾ അതിന് ഇവിടെ 0 ഇൻപുട്ട് കൊടുത്താൽ മാത്രമേ 0 ഇൻപുട്ട് കൊടുത്താൽ മാത്രമേ ഇത് ഇനേബിൾ ആവത്തുള്ളൂ. ഓക്കെ, അപ്പോൾ പാരലൽ ഇൻ സീരിയൽ ഔട്ട് എന്ന് പറയുന്ന ഷിഫ്റ്റ് രജിസ്റ്ററിൽ നമ്മുടെ ഇൻപുട്ടിന് പുറമെ ലോഡ് ഓർ ഷിഫ്റ്റ് ബാർ എന്ന് പറയുന്ന ഒരു ലൈനും കൂടിയുണ്ട്. ഈ ലൈനിൽ 1 ആണെന്നുണ്ടെങ്കിൽ ആ ഷിഫ്റ്റ് രജിസ്റ്ററിന് മനസ്സിലാക്കും ഇവിടെ ഒരു ലോഡിംഗ് ഓപ്പറേഷനാണ് പെർഫോം ചെയ്യുന്നതെന്നും ഇവിടെ ഒരു 0 ആണ് കൊടുക്കുന്നതെങ്കിൽ ആ 0യ്ക്ക് അനുസരിച്ച് ഇവിടെ ഒരു കോംപ്ലിമെൻ്റ് ആണ് ഷിഫ്റ്റിലേക്ക് വരുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഗേറ്റ്സ് ആക്റ്റീവായിട്ട് ഇതിന് വേറൊരു സർക്യൂട്ടും കൂടെ കൊടുക്കുന്നുണ്ട്. ലോഡിങ് ഓർ ഷിഫ്റ്റിങ്ങിന് നമ്മൾ കുറച്ച് ലോജിക് സർക്യൂട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡിൻ്റെയും ഗേറ്റിൻ്റെയും നോട്ടിൻ്റെയൊക്കെ ഒരു കോമ്പിനേഷൻ. ഓക്കെ, ഫിഗർ വരയ്ക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ലോഡിംഗ് ഓർ ഷിഫ്റ്റിംഗ് കൂടെ പെർഫോം ചെയ്യാൻ ഇങ്ങനെ ഒരു ഇൻപുട്ടും കൂടെ പാരലൽ ഇൻപുട്ട്സായ പി എ, പി ബി, പി സി, പി ഡിക്ക് പുറമേ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഇതിൻ്റെ ഫിഗർ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ നേരത്തെ കണക്ക് തന്നെ ഇവിടെ 4 ബിറ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പ്, 4 ബിറ്റ് ഷിഫ്റ്റ് രജിസ്റ്ററാണ് നമ്മൾ എക്സാമ്പിളായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ 4 ഫ്ലിപ്പ് ഫ്ലോപ്സ് ഉണ്ടായിരിക്കണം. ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് 4 എണ്ണം ഞാനിവിടെ വരയ്ക്കുന്നു. ദെൻ ഈ 4 ഫ്ലിപ്പ് ഫ്ലോപ്സിനും കൂടി എന്തൊക്കെ വേണം? നമ്മുടെ ഡി എന്ന് പറയുന്ന ഇൻപുട്ട് ഡയറക്റ്റായിട്ട് കൊടുക്കുകയല്ല, ഈ ഡി ഇൻപുട്ട് കൊടുക്കാൻ പി എ, പി ബി ഇത് ഞാനിപ്പോൾ ഇങ്ങനെ ഇടാം. ഡി ഇൻപുട്ട്. ഓക്കെ, ഇവിടെ ഒരു ഡി ഇൻപുട്ട് വരും. അതിങ്ങനെ കൊടുത്താൽ ശരിയാവും. ഓക്കെ, ദെൻ ഇവിടെ ഒരു ഡി ഇൻപുട്ട് വരും. ദെൻ ഇവിടെ ഒരു ഡി ഇൻപുട്ട് വരും. ഇത് നമ്മൾ സീരിയൽ ഔട്ട്പുട്ട്. ഓക്കെ, ഈ സീരിയൽ ഇൻപുട്ട്സിന് ഇനി എങ്ങനെ കാണിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ഒരു ഗേറ്റ് വരയ്ക്കേണ്ടതായിട്ടുണ്ട്. ഗേറ്റ് ഫസ്റ്റ് നോട്ടും കൂടെ ചെയ്തെടുക്കുന്ന ഔട്ട്പുട്ട് വേണം ഇവിടെ എടുക്കാൻ. സോ ഞാൻ നോട്ടും കൂടെ ചെയ്തിട്ട് ദെൻ നോട്ടും കൂടെ ചെയ്ത കാര്യം നമുക്ക് ചില സിറ്റുവേഷൻ എടുക്കേണ്ടതുണ്ട്. സോ ഇതാണ്, ഈ ലൈനാണ് നമ്മുടെ ലോഡ് ബാർ ഷിഫ്റ്റ് എന്ന് പറയുന്ന ലൈൻ. ലോഡ് ബാർ ഷിഫ്റ്റ് ബാർ, ലോഡ് സ്ലാഷ് ആണ്, ലോഡ് ഓർ ഷിഫ്റ്റ് ബാർ എന്ന് പറയുന്നത്. അതായത് ഇവിടെ ഒരു 1 കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ലൈൻ ആക്റ്റീവ് ആവും, ഒരു 0 കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ലൈൻ ആക്റ്റീവ് ആവും. ഇത്രയേ ഉള്ളൂ. ഓക്കെ,
ഇനി നമ്മുടെ ഈ ഡി എന്നൊക്കെ പാരലായിട്ട് കൊടുക്കുന്ന ഇൻപുട്സ് എവിടെ നിന്നൊക്കെയാണ് എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ പി എ പി ബി ഒക്കെ നമ്മൾ പുറത്തുനിന്ന് കൊടുക്കുന്നതാണ് അല്ലേ. സോ ദിസ് ഈസ് പി എ, ഡി ഇൻപുട്ടിലേക്ക് പോകുന്നത്. ദെൻ രണ്ടാമത്തെ കേസ് നമ്മളിവിടുത്തെ ക്യു എ എന്ന് പറയുന്നതിൻ്റെ ഔട്ട്പുട്ട് എടുത്ത് ഒരു ആൻഡ് ഗേറ്റിൽ നമുക്ക് കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഞാൻ ഈ ഫിഗർ കുറച്ചുകൂടി നന്നായിട്ട് വരയ്ക്കാം. ഓക്കെ, ദെൻ ഇവിടെ നിന്ന് ഒരു ആൻഡ് ഗേറ്റിലേക്ക് ഞാൻ കണക്ട് ചെയ്യുന്നു. ഓക്കെ, ഈ ആൻഡ് ഗേറ്റ് ഈ നോട്ട് ഗേറ്റുമായിട്ട് കണക്റ്റഡ് ആണ്. ഈ ആൻഡ് ഗേറ്റ് നോട്ട് ഗേറ്റുമായിട്ട് കണക്റ്റഡ് ആണ്. ദെൻ ഇവിടെ നിന്നും ഞാൻ എൻ്റെ പി ബി എടുക്കുന്നു, പി ബി. ദെൻ ഈ ലോഡ് എന്ന് പറയുന്ന ലൈനിൽ നിന്ന് ഞാനൊരു ലൈൻ എടുക്കുന്നു. ദെൻ ഇതിനെ രണ്ടിനെയും ഞാൻ അതേ കണക്ക് ആൻഡ് ചെയ്യുന്നു. ദെൻ ഇവരെ തമ്മിൽ ഓറ് ചെയ്തിട്ടുള്ള റിസൾട്ട് എന്താണോ ആ റിസൾട്ടാണ് ഇവിടേക്ക് ഇൻപുട്ടായിട്ട് പോകുന്നത്, ഡി ഇൻപുട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന് മുന്നേ ഞാൻ അവിടെ ഒരു ക്ലോക്ക്, ഔട്ട്പുട്ടിൽ നമുക്ക് ക്ലോക്ക് വേണമെന്ന് അറിയാം. സോ ക്ലോക്ക് ഞാൻ ഒന്ന് വരച്ചോട്ടെ. ക്ലോക്ക് പൾസ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ത്രൂ ക്ലോക്ക് പൾസിലൂടെ. ഓക്കെ, ക്ലോക്ക് വരച്ചു. അപ്പോൾ ഇവിടെ എന്തോ മനസ്സിലായോ? ഇവിടെ നമുക്ക് ലോഡ് ഓർ ഷിഫ്റ്റ് ലൈൻ ഉണ്ട്. ദിസ് ഈസ് ദ ലോഡ് ലൈൻ, ദിസ് ഈസ് ദ ഷിഫ്റ്റ് ലൈൻ. ഓക്കെ, 1 കൊടുക്കുമ്പോൾ ഈ ലൈൻ ആക്റ്റീവ് ആവും, 0 കൊടുക്കുമ്പോൾ ഈ ലൈൻ ആക്റ്റീവ് ആവും. അപ്പോൾ നമുക്ക് ഷിഫ്റ്റ് ഓപ്പറേഷനാണ് ചെയ്യേണ്ടതെങ്കിൽ ഈ ലൈനിനനുസരിച്ചിട്ടുള്ള ഇൻപുട്ടാണ് അടുത്തതിലേക്ക് പോവേണ്ടത്. ഇനി ലോഡ് ഓപ്പറേഷൻ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് വരുന്ന ഈ ഗേറ്റാണ് എനേബിൾ ആക്കേണ്ടത്. ഓക്കെ, അതിനനുസരിച്ചിട്ടുള്ള ഇൻപുട്ടാണ് ഇവിടേക്ക് കയറേണ്ടത്. ഓക്കെ, അത് കുറച്ച് വർക്കിംഗ് പറയുമ്പോൾ മനസ്സിലാവും. ഇപ്പോൾ വരയ്ക്കേണ്ടത് ഈ 2 ലൈൻസും, അതിൽ ഒരു ലൈനിൽ ഒരു ആൻഡ് ഗേറ്റിൻ്റെ ഒരു ഇൻപുട്ട് എന്ന് പറയുന്നത് ലോഡിൽ നിന്ന് വരുന്നു, അനദർ ഇൻപുട്ട് എന്ന് പറയുന്നത് നമ്മുടെ പി ബി പാരലൽ ഇൻപുട്ട്. ദെൻ അടുത്ത ആൻഡ് ഗേറ്റിൻ്റെ ഒരു ഇൻപുട്ട് എന്ന് പറയുന്നത് ഷിഫ്റ്റിൻ്റെ ഇൻപുട്ടും, അടുത്ത ഇൻപുട്ട് എന്ന് പറയുന്നത് നമ്മുടെ ക്യു എ ഇൻപുട്ട്. അതേപോലെ തന്നെ ഇവിടെയും വരയ്ക്കുക ഒരു ആൻഡ് ഗേറ്റ്, ദെൻ എഗെയിൻ അനദർ ആൻഡ് ഗേറ്റ്. ദെൻ ഇതിൻ്റെ ഔട്ട്പുട്ട് എടുത്തിട്ട് ഇവിടെ ഒന്ന് കൊടുക്കുന്നു, ദെൻ ഇവിടെ നിന്നും ഒന്ന് എടുക്കുന്നു. ദെൻ ഈ ആൻഡ് ഗേറ്റിൽ ഇവിടെ നിന്നും ഒരു ഇൻപുട്ട് എടുക്കുന്നു, അതുപോലെ തന്നെ നമ്മുടെ പാരലലായിട്ടുള്ള ഇൻപുട്ടായ പി സിയും കൊടുക്കുന്നു. ഓക്കെ, ദെൻ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഔട്ട്പുട്ട് എടുത്തിട്ട് എന്ത് ചെയ്യുന്നു, ഒന്ന് ഓർ ചെയ്യുന്നു. ദെൻ അതിന് ശേഷം അത് ഇതിൻ്റെ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നു. ഈ ലൈൻ ഞാനിപ്പം കട്ട് ചെയ്യുവാണേ, ഈ യെല്ലോ ലൈൻ ഞാൻ കട്ട് ചെയ്തു, അതിന് പകരം ഞാൻ ഈ ബ്ലാക്ക് പെൻ വെച്ചിട്ട് വരച്ചിട്ടുണ്ട്. സോ ഇതാണ് ഇവിടുത്തെ ഇൻപുട്ട്. ഇവിടുത്തെ ഔട്ട്പുട്ട് ക്യു ബിയും എടുത്തു ഈ ആൻഡ് ഗേറ്റിലേക്ക്, ദെൻ ഇവിടെ നിന്ന് പി സി എടുത്ത് ഈ ആൻഡ് ഗേറ്റിലേക്ക്. അതിൻ്റെ കൂടെ ഇവിടെ നോട്ട് ചെയ്തതും ഇവിടെ നോട്ട് ചെയ്യാത്തതുമായിട്ടുള്ള ലൈൻസ് എടുത്തു. ദെൻ അതേപോലെ തന്നെ ഇവിടെയും വരയ്ക്കേണ്ടതായിട്ടുണ്ട്. ക്യു സിയുടെ ഔട്ട്പുട്ട് എടുത്ത് ഒരു ആൻഡ് ഗേറ്റിൽ, ആ ആൻഡ് ഗേറ്റിൽ കൂടെ ഏത് നോട്ട് ഗേറ്റിൻ്റെ ഇവിടെ നിന്ന് വന്ന ഷിഫ്റ്റിൻ്റെ ലൈൻ എടുത്തു. ദെൻ എഗെയിൻ ഒരു ആൻഡ് ഗേറ്റ്, അതിന് പുറത്തുനിന്ന് വരുന്ന പാരലൽ ഇൻപുട്ടായ പി ഡിയും, ദെൻ എന്തും കൂടെ കൊടുക്കണം, ഈ ലോഡ് എന്ന് പറയുന്ന ലൈനിൽ നിന്ന് വരുന്ന ഒരു ഇൻപുട്ടും കൂടെ കൊടുത്തു. ദെൻ ഇത് തമ്മിൽ രണ്ടുപേരെയും കൂടെ ഓർ ചെയ്തിട്ട് ആ ഓർ ചെയ്ത ഔട്ട്പുട്ട് എവിടെ കൊടുത്തു, ഇവിടുത്തെ ഇൻപുട്ടായിട്ട് കൊടുത്തു, ദാറ്റ് ഇസ് ഡി ഇൻപുട്ട്. ദെൻ സീരിയൽ ഔട്ട്പുട്ട് നമുക്ക് പുറത്തേക്ക് വരുന്ന ഔട്ട്പുട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിൻ്റെ വർക്കിംഗ് നമുക്ക് നോക്കാം. ഇപ്പോൾ എനിക്കിവിടെ 1010 എന്ന് പറയുന്ന ഡേറ്റ സ്റ്റോർ ചെയ്യേണ്ടിയിരുന്നത് എങ്കിൽ ഞാൻ എന്ത് ചെയ്യും, എൻ്റെ പി എയിൽ 1 കൊടുക്കും, പി ബിയിൽ നമുക്ക് പാരലൽ ഇൻപുട്ടല്ലേ, പാരലലിൽ നമുക്ക് കൊടുക്കാം. പി ബിയിൽ 0 കൊടുക്കും, പി സിയിൽ 1 കൊടുക്കും, പി ഡിയിൽ 0 കൊടുക്കും. പാരലൽ ഇൻപുട്ടാണ്. സോ പാരലലി എനിക്ക് ഒറ്റ ക്ലോക്ക് പൾസിൽ ഇതെല്ലാം കൊടുക്കാവുന്നതേ ഉള്ളൂ. സോ എനിക്ക് ഇങ്ങനെ കൊടുക്കാം. അപ്പോൾ ഇവിടെ 2 ഓപ്പറേഷൻ ഇവിടെ പെർഫോം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒന്ന് ലോഡിങ്ങും ഒന്ന് ഷിഫ്റ്റിങ്ങും. സ്റ്റോർ ചെയ്യുന്ന ക്യാപ്പബിലിറ്റി ഉണ്ട്, അതുപോലെ ഷിഫ്റ്റിംഗ് ഉണ്ട്. അപ്പോൾ ഞാനിവിടെ ലോഡിംഗ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞാൻ പി എയിലും പി ബിയിലും പി സിയിലും ഉള്ള ഡേറ്റാസാണ് എടുത്ത് അവിടെ വെക്കേണ്ടതെങ്കിൽ ഞാനിവിടെ ഒരു ഗേറ്റ് എനേബിൾ ആക്കി കൊടുത്ത് വേണം ചെയ്യാൻ. അപ്പോൾ ഞാൻ ഇവിടെ അനദർ ഒരു ഇൻപുട്ട് ലൈനും കൂടി എനിക്ക് ഉണ്ടെന്ന് അറിയാം. എന്ത് ഇൻപുട്ട് ലൈനാണ്? ലോഡ് ബാർ ഷിഫ്റ്റ് എന്ന് പറയുന്ന ഇൻപുട്ട് ലൈൻ.
ഈ ലൈനിനകത്ത് ഞാൻ ഇത് ലോഡിംഗ് ആണല്ലേ, ഇത് 4 സ്റ്റോർ ചെയ്യുന്ന ലോഡിംഗ് ആണ് ഓപ്പറേഷൻ. സോ ഞാനിവിടെ 1 സെറ്റ് ചെയ്ത് കൊടുക്കണം. 1 ഇത് ബാർ ഇട്ട് കൊടുത്തത് അതിനകത്ത് 0 വന്നാലേ ആ കാര്യം ആക്റ്റീവ് ആവത്തുള്ളൂ. സോ ഇവിടെ 1 കൊടുത്താൽ മതി, ഈ ലോഡിംഗ് ഓപ്പറേഷൻ പെർഫോം ചെയ്യും. അപ്പോൾ ഞാൻ 1 കൊടുത്തു. 1 കൊടുക്കുമ്പോൾ ഇതാ ശ്രദ്ധിക്കുക, എൻ്റെ ഈ 1 വഴി 1ൽ വരുന്ന ഗേറ്റ്സ്, 1ഉമായിട്ട് ടച്ച് ചെയ്ത് നിൽക്കുന്ന ഗേറ്റ് ആരാ? ഇയാളാണല്ലേ, ആൻഡ് ഗേറ്റ്. ആ 1ഉം പി ബിക്കകത്ത് എന്ത് ഡേറ്റയാണോ ആ പി ബിക്കകത്തുള്ള ഡേറ്റയല്ലേ ഈ ഓർ വഴി വരുന്നത്. ഇവിടെ വരുന്നത് 0 ആണ്, ഇവിടെ 1 ആണെങ്കിൽ ഇവിടെ 0 ആണ്. അപ്പോൾ ഈ ഗേറ്റ് എന്തായാലും ഡിസേബിൾ ആയിരിക്കും, ഓഫ് ആയിരിക്കും. അപ്പോൾ ഈ ഗേറ്റ് ആയിരിക്കും ആക്റ്റീവായിട്ട് വരുന്നത്. ദാറ്റ് ഈസ് ഇത് ഗേറ്റ് 1, ഇത് ഗേറ്റ് 2, ഗേറ്റ് 3, ഗേറ്റ് 4, ഗേറ്റ് 5 ആൻഡ് ഗേറ്റ് 6. അപ്പോൾ ഗേറ്റ് 2, ഗേറ്റ് 4 ആൻഡ് ഗേറ്റ് 6, ഗേറ്റ് 2, ഗേറ്റ് 4, ഗേറ്റ് 6 ആക്റ്റീവായിരിക്കും. അത് ആക്റ്റീവാണെന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ഈ പി എ കയറി ഇവിടേക്ക് സ്റ്റോർ ആവുന്നുണ്ട്, പി ബി കയറി ഇവിടേക്ക് സ്റ്റോർ ആവുന്നുണ്ട്. ദാറ്റ് ഈസ് പി എയിൽ എന്ത് വാല്യൂ ആണോ അത് ഇവിടെ ഇൻപുട്ടിൽ വരും. ദാറ്റ് ഈസ് ആ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഡി ഫ്ലിപ്പ് ഫ്ലോപ്പിൽ 0 ആണെങ്കിൽ 0 പ്രിസർവ് ചെയ്യും, 1 ആണെങ്കിൽ 1 ആയിട്ട് സ്റ്റോർ ചെയ്യും. ഓക്കെ, ദെൻ ഈ പി ബി ഇവിടെ സ്റ്റോർ ആവും, പി സി ഇവിടെ സ്റ്റോർ ആവും, പി ഡി ഇവിടെ സ്റ്റോർ ആവും. ഇനി എനിക്ക് അവിടെ ഒരു ഷിഫ്റ്റിംഗ് ഓപ്പറേഷനാണ് ചെയ്യേണ്ടിയിരുന്നതെങ്കിൽ ഞാൻ ഇത് കൊടുക്കുന്നതോടൊപ്പം, അല്ലെങ്കിൽ ഇതായിരിക്കില്ല ഞാൻ അവിടെ കൊടുക്കുന്നത്. എന്ത് കൊടുക്കും? ലോഡ് ബാർ ഷിഫ്റ്റ് എന്ന് പറയുന്നതിൻ്റെ ഞാൻ എന്ത് ഇൻപുട്ട് കൊടുക്കും? 0 കൊടുക്കും. അപ്പോൾ എൻ്റെ ഈ ലൈനായിരിക്കും ആക്റ്റീവ് ആവുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഗേറ്റ് G1, ദെൻ 3 ആൻഡ് 6 എന്ന് പറയുന്ന 5 എന്ന് പറയുന്ന ഗേറ്റ് ആക്റ്റീവ് ആവും. 135 ആക്റ്റീവ് ആവും. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇത് ആക്റ്റീവ് ആവുന്നെന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കുക, ഈ QA ആണ് ഇതിനകത്തേക്ക് വരുന്നത്. അപ്പോൾ അത് ഇതിനകത്തേക്ക് പിന്നെ കയറുന്നു. ദാറ്റ് ഈസ് അവിടെ ഒരു സീരിയൽ ഷിഫ്റ്റിംഗ് അല്ലേ നടക്കുന്നത്. ദെൻ ഇത് ഇവിടേക്ക് വരുന്നു. ദെൻ അവിടെ ഓരോ ക്ലോക്ക് പൾസിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഇരിക്കുന്ന ഡേറ്റ ഇങ്ങോട്ടേക്ക് വരും, ഇവിടെ ഇരിക്കുന്ന ഡേറ്റ ഇങ്ങോട്ടേക്ക് വരും, ഇവിടെ ഇരിക്കുന്ന ഡേറ്റ ഇങ്ങോട്ടേക്ക് വരും, ഇവിടെ ഇരിക്കുന്ന ഡേറ്റ പുറത്തേക്ക് വരും. സീരിയലി ഔട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ സീരിയലി ഔട്ട് ഷിഫ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഷിഫ്റ്റ് എന്ന് പറയുന്ന ലൈൻ ആക്റ്റീവാക്കി കൊടുക്കും. ഇനി ലോഡാണ് ചെയ്യേണ്ടതെങ്കിൽ ഈ ലോഡ് എന്ന് പറയുന്ന ലൈൻ ആക്റ്റീവാക്കി കൊടുക്കും. എന്ന് വെച്ചാൽ ഈ ലൈനിൽ ഒരു 1 കൊടുത്തു കഴിഞ്ഞാൽ ലോഡിംഗ് ഓപ്പറേഷനും ഒരു 0 കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഷിഫ്റ്റിംഗ് ഓപ്പറേഷനും ആയിരിക്കും അവിടെ പെർഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നന്നായിട്ട് മനസ്സിലാക്കി വരയ്ക്കുക. പീസോ ഷിഫ്റ്റ് രജിസ്റ്റർ പാരലൽ ഇന്ന് സീരിയൽ ഔട്ട്. മറ്റ് ഷിഫ്റ്റ് രജിസ്റ്റേഴ്സിനെ പോലെ ഇതിന് ഇച്ചിരി കോംപ്ലക്സ് ആയിട്ടുള്ളൊരു സർക്യൂട്ട് ഇവിടെ വരുന്നുണ്ട്. ദാറ്റ് ഈസ് ഈ ലൈൻ ഒന്ന് കറക്റ്റായിട്ട് വരയ്ക്കുക. ദെൻ ആ ലൈനിൽ നിന്ന് ലോഡ് ചെയ്യുന്നത് ഒരു ആൻഡ് ഗേറ്റ്, ദെൻ ഷിഫ്റ്റ് ചെയ്യുന്നത് വേറൊരു ആൻഡ് ഗേറ്റ്. ഇതിൻ്റെ രണ്ടിൻ്റെ ആൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് ഒരു ഓർ ഗേറ്റ് കണക്ട് ചെയ്തിട്ടാണ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഇൻപുട്ടായിട്ട് കൊടുക്കേണ്ടത്. ഓക്കെ, ഈ 3ലും ഈ ഫ്ലിപ്പ് ഫ്ലോപ്പിന് അതില്ല. ഓക്കെ, ഡയറക്റ്റായിട്ട് പി അങ്ങ് നമുക്ക് കൊടുക്കാം, കാര്യം മുന്നിൽ നിന്നൊന്നും എടുക്കുന്നില്ല. ഓക്കെ, ഇത്രയും കാര്യമാണ് പാരലൽ ഇൻ സീരിയൽ ഔട്ട് ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ്.